ഇവനാണ് സാറേ ആള്. എന്താ മോനെ പേര്? ബാലഗോപാൽ എന്നാ സാർ. ബാലഗോപാൽ, നല്ല പേര്. എന്താ ജോലി? അറ്റൻഡർ സാറേ, മെഡിക്കൽ കോളേജിൽ. ആ, അറ്റൻഡർ ആണല്ലേ. അതായത് അവിടെ വരുന്ന പെണ്ണുങ്ങളെ മാത്രം അറ്റൻഡ് ചെയ്യുക, അതല്ലേ? എടാ, നിനക്ക് ആ കത്തിക്കരിഞ്ഞ പെണ്ണിനെ മാത്രമേ കിട്ടിയുള്ളൂടാ. വേറെ ഈ ലോകത്ത് പെണ്ണുങ്ങളേ ഇല്ലേ? ഇത്ര വൃത്തികെട്ട ഒരു കാമപ്രാന്തനായി പോയല്ലോടാ നീ. അയ്യേ, നീ കല്യാണം കഴിച്ചാണ്? 3 മാസം സാർ കല്യാണം കഴിഞ്ഞിട്ട്. 3 മാസമേ ആയുള്ള? അയ്യോ, എടാ, ഉറച്ച ഒരു സർക്കാരിന് വേണ്ടി ആഞ്ഞാഞ്ഞ് വോട്ട് ചെയ്യേണ്ട സമയത്ത് നീ പോയി ഈ ചെറ്റത്തനം കാണിച്ചാലോടാ, വൃത്തികെട്ടവനെ, അലവലാതി. ജോസഫേ സാർ, നമുക്ക് ഈ ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കണ്ടേ? പിന്നെന്ത് സാറേ, ഇപ്പൊ കൊണ്ടുവരാം. വേഗം. ശരി സാർ. സാർ സാർ പ്ലീസ്. ദേ, അങ്ങോട്ട് പോയി അവന്മാരെ കൂടെ നിൽക്കി. ഈ സൈലൻസ് എനിക്ക് തീരെ ഇഷ്ടമല്ല. വയലൻസ് ഉള്ള ഒരു സിനിമ ഇടാം. ഇടിക്കുള്ള സാറിന് ഇന്ന് ഏതോ രക്തസാക്ഷി കിട്ടിയിട്ടുണ്ടല്ലോ സാറേ. പീഡന കേസാണ്. ഇന്ന് അവന്റെ പൊങ്കാലയാണ്. അല്ല, ഇടിക്കുള്ള സാറിന്റെ റിട്ടയർമെന്റ് അടുത്ത ആഴ്ചയല്ലേ സാറേ? ലീവ് എടുത്ത് 2 പെഗ് അടിച്ച് വീടിരിക്കേണ്ട സമയം. അല്ലെങ്കിൽ എല്ലാവർക്കും പണി കൊടുത്താണല്ലോ അങ്ങനെ ശീലം. എന്തൊരു ജന്മമാണോ എന്തോ. ഇതിന്റെയൊക്കെ പാവം എവിടെ കൊണ്ടുവയ്ക്കോ എന്തോ. അനുഭവിക്കട്ടെ. പെണ്ണുമ്പിള കളഞ്ഞിട്ട് പോയല്ലേ. ഒരു മോനാണോ ഉള്ളത്. അവങ്ങ് അമേരിക്കയിൽ മദാമേനോട് സൂയിക്കുകയാണ്. കണ്ണിന് നേരെ കണ്ടുവിടാ. അങ്ങേരെ ഭാര്യ തിരിച്ചു വരുമോ സാറേ? വരും. 4-5 വർഷം അവിടെ അവര് പോയിട്ട് വിളിക്കാറ് പോലുമില്ല. അല്ലെങ്കിൽ തന്നെ സുബോധമുള്ള ആരെങ്കിലും അയാളോട് താമസിക്കൂ സാറേ. ബില്ലൂടെ. പിന്നെ ഇത് പറ്റി എഴുതിക്കോണേ. ഞാനാണെ പേഴ്സ് എടുത്തില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ എന്നാ പേഴ്സ് എടുക്കുന്നത്? എന്താ സഖാവ്, എന്താ അറിയണ്ടേ? അവനെ എന്ത് ചെയ്തെന്നോ? അതൊരു പരിഹാരക്രിയ കഴിഞ്ഞു. അടുത്തൊരു സുദർശന ഹോമം കൂടെ ഉണ്ട് കേട്ടോ. ഫോൺ വെച്ചിട്ട് പോടാ പുല്ലേ. ഇടുക്കുളടത്താ കളി. ആരടാ ഇത്ര ചൂടായിട്ട് വാങ്ങിച്ചോണ്ട് വന്നേ? കൊള്ളാം. കൈ നിൽക്കണില്ല, ചൂട്. എടാ മോനെ, എള്ളുണങ്ങുന്നത് എണ്ണയ്ക്ക് വേണ്ടിയാ. 5 പൈസ വാങ്ങിക്കാതെ നിന്നെ ഇവിടെ നിന്ന് വിടാനായിട്ട് നീ ആരെന്റെ പെങ്ങടാ മോനോ? വല്ല ഉണക്ക സഖാക്കന്മാരുടെ വക്കാലത്ത് മാറ്റോണ്ട് ഇടുക്കളെ ഉണ്ടാക്കാൻ വരരുതേ. ഇവനാണ് സാറേ ആള്. എന്താ മോനെ പേര്? ബാലഗോപാൽ എന്നാ സാർ. ബാലഗോപാൽ, നല്ല പേര്. എന്താ ജോലി? അറ്റൻഡർ സാറേ, മെഡിക്കൽ കോളേജിൽ. ആ, അറ്റൻഡർ ആണല്ലേ. അതായത് അവിടെ വരുന്ന പെണ്ണുങ്ങളെ മാത്രം അറ്റൻഡ് ചെയ്യുക, അതല്ലേ? എടാ, നിനക്ക് ആ കത്തിക്കരിഞ്ഞ പെണ്ണിനെ മാത്രമേ കിട്ടിയുള്ളൂടാ. വേറെ ഈ ലോകത്ത് പെണ്ണുങ്ങളേ ഇല്ലേ? ഇത്ര വൃത്തികെട്ട ഒരു കാമപ്രാന്തനായി പോയല്ലോടാ നീ. അയ്യേ, നീ കല്യാണം കഴിച്ചാണ്? 3 മാസം സാർ കല്യാണം കഴിഞ്ഞിട്ട്. 3 മാസമേ ആയുള്ള? അയ്യോ, എടാ, ഉറച്ച ഒരു സർക്കാരിന് വേണ്ടി ആഞ്ഞാഞ്ഞ് വോട്ട് ചെയ്യേണ്ട സമയത്ത് നീ പോയി ഈ ചെറ്റത്തനം കാണിച്ചാലോടാ, വൃത്തികെട്ടവനെ, അലവലാതി. ജോസഫേ സാർ, നമുക്ക് ഈ ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കണ്ടേ? പിന്നെന്ത് സാറേ, ഇപ്പൊ കൊണ്ടുവരാം. വേഗം. ശരി സാർ. സാർ സാർ പ്ലീസ്. ദേ, അങ്ങോട്ട് പോയി അവന്മാരെ കൂടെ നിൽക്കി. ഈ സൈലൻസ് എനിക്ക് തീരെ ഇഷ്ടമല്ല. വയലൻസ് ഉള്ള ഒരു സിനിമ ഇടാം. ഇടിക്കുള്ള സാറിന് ഇന്ന് ഏതോ രക്തസാക്ഷി കിട്ടിയിട്ടുണ്ടല്ലോ സാറേ. പീഡന കേസാണ്. ഇന്ന് അവന്റെ പൊങ്കാലയാണ്. അല്ല, ഇടിക്കുള്ള സാറിന്റെ റിട്ടയർമെന്റ് അടുത്ത ആഴ്ചയല്ലേ സാറേ? ലീവ് എടുത്ത് 2 പെഗ് അടിച്ച് വീടിരിക്കേണ്ട സമയം. അല്ലെങ്കിൽ എല്ലാവർക്കും പണി കൊടുത്താണല്ലോ അങ്ങനെ ശീലം. എന്തൊരു ജന്മമാണോ എന്തോ. ഇതിന്റെയൊക്കെ പാവം എവിടെ കൊണ്ടുവയ്ക്കോ എന്തോ. അനുഭവിക്കട്ടെ. പെണ്ണുമ്പിള കളഞ്ഞിട്ട് പോയല്ലേ. ഒരു മോനാണോ ഉള്ളത്. അവങ്ങ് അമേരിക്കയിൽ മദാമേനോട് സൂയിക്കുകയാണ്. കണ്ണിന് നേരെ കണ്ടുവിടാ. അങ്ങേരെ ഭാര്യ തിരിച്ചു വരുമോ സാറേ? വരും. 4-5 വർഷം അവിടെ അവര് പോയിട്ട് വിളിക്കാറ് പോലുമില്ല.
അല്ലെങ്കിൽ തന്നെ സുബോധമുള്ള ആരെങ്കിലും അയാളോട് താമസിക്കൂ സാറേ. ബില്ലൂട്. പിന്നെ ഇത് പറ്റി എഴുതിക്കോണേ. ഞാൻ പേഴ്സ് എടുത്തില്ല കേട്ടോ. ആ അല്ലെങ്കിൽ തന്നെ എന്നാ പേഴ്സ് എടുക്കുന്നത്? ആ എന്താ സഖാവ്, എന്താ അറിയണ്ടേ? അവനെ എന്ത് ചെയ്തെന്നോ? അതൊരു പരിഹാരക്രിയ കഴിഞ്ഞു. അടുത്തൊരു സുദർശന ഹോമം കൂടെ ഉണ്ട് കേട്ടോ. ഫോൺ വെച്ചിട്ട് പോടാ പുല്ലേ. ഇടുക്കുളടത്താ കളി. ആരടാ ഇത്ര ചൂടായിട്ട് വാങ്ങിച്ചോണ്ട് വന്നേ? ആ കൊള്ളാം. കൈ നിക്കണില്ല, ചൂട്. എടാ മോനെ, എള്ളുണങ്ങുന്നത് എണ്ണയ്ക്ക് വേണ്ടിയാ. 5 പൈസ വാങ്ങിക്കാതെ നിന്നെ ഇവിടെ നിന്ന് വിടാനായിട്ട് നീ ആരെന്റെ പെങ്ങടാ മോനോ? വല്ല ഉണക്ക സഖാക്കന്മാരുടെ വക്കാലത്ത് മാറ്റോണ്ട് ഇടുക്കളെ ഉണ്ടാക്കാൻ വരരുതേ.